നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ അഭിമുഖീകരിച്ചാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രയാസങ്ങളെ മറികടന്ന് കഷ്ടതകളെ മറികടന്ന് ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ചയുണ്ടാകുന്നത് എന്ന ആലോചന മാത്രമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും എപ്രകാരം മാറും, അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ചയുണ്ടാകുന്നത് എന്നൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം, ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ആത്മധൈര്യം കൈവിടാതെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും. അപ്രകാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം വെറ്റിലയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. കഷ്ടങ്ങളും കടഭാരങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ്. പലപ്പോഴും പിന്തള്ളപ്പെടുന്ന അനുഭവമൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല നല്ല സമയങ്ങളിലും നിങ്ങളെ മാറ്റി നിർത്തുകയും നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്ത അവസരങ്ങളുണ്ട്. അതിനെല്ലാം അപ്പുറം ഈശ്വരനോട് പലപ്പോഴായിട്ട് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്ങനെയാണ് എൻ്റെ കഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ചയുണ്ടാകുന്നത്, സമാധാനത്തോടുകൂടി എന്നാണൊന്ന് ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെന്നും ഒക്കെ പറയുന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുവാനായിട്ട് പല വിധത്തിലുള്ള ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ഉപജീവന മാർഗത്തിൽ നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാത്ത അനുഭവങ്ങളും പരസ്പരം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എവിടെയാണ് എപ്പോഴാണ് ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത തരത്തിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. പല വിധത്തിലാണ് പ്രയാസങ്ങൾ, പല വിധത്തിലാണ് പ്രതിസന്ധികൾ, അതിനേക്കാൾ ഏറെ കടഭാരങ്ങളേറെയുണ്ട്. മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടഭാരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ അതിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം. സമാധാനത്തോടുകൂടി ഇരിക്കുവാനോ സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല. അത്രത്തോളം മാനസിക സംഘർഷങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നു, വരുന്ന ഒരു 70 ദിവസത്തിനകം ഈ ഒന്നാമത്തെ ചിത്രമായ വെറ്റില തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സംഭവിക്കും. പ്രയാസങ്ങളെ മറികടന്ന് പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നിങ്ങളെ കളിയാക്കിയവരും ഇന്ന് നിങ്ങളെ മാറ്റി നിർത്തിയവരും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല അവസരങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിക്കുക. വരുന്ന ഒരു 70 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റമുണ്ടാകും. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, കുങ്കുമമാകുന്നു. കുങ്കുമം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ വാസ്തവം. നിങ്ങൾ എവിടെയൊക്കെയാണോ എന്ത് പ്രവർത്തനത്തിനാണോ ചുവട് വയ്ക്കുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന്
ദൂരേക്ക് അകന്നു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതായ ചെറിയ ചില അനുഭവങ്ങൾ, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതത്തിൽ തോറ്റുപോയ പല നിമിഷങ്ങൾ, അതുപോലെ മാനസികമായും ശാരീരികമായും വിഷമിച്ച അവസരത്തിൽ സഹായിക്കുവാനോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സ്നേഹിക്കുവാനോ ആരുമില്ലാതെ ഒറ്റപ്പെടുത്തിയ സമയങ്ങൾ. പലപ്പോഴും നിങ്ങളിലുള്ള നല്ല ദാനങ്ങളെ നിങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, നിങ്ങളിലുള്ള നല്ല അവസരങ്ങളെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാറുണ്ട്. എന്നിരുന്നാലും കുറ്റപ്പെടുത്തലുകളും പഴികളും അതുപോലെ തന്നെ മാനസികമായി ഒരുപാട് വേദനകളൊക്കെ നൽകുന്ന ഒരു സമയമാണ്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസം കൂടി നിങ്ങൾ കാത്തിരുന്നേ മതിയാവും. അതായത് ചെറിയ കുറച്ച് ദിവസങ്ങളാണ്. അതിലൂടെ തന്നെ ആ ദിവസങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളെ മനസ്സിലാക്കുന്ന അവസരങ്ങൾ കടന്നു വരും. നിങ്ങളെ ജീവിതത്തിൽ അവർ നിങ്ങളെ ചേർത്ത് വയ്ക്കും. അതുപോലെ ഭവനത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന പല വെല്ലുവിളികൾ, പല തടസ്സങ്ങൾ, പല വേദനകൾ, ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുവാനായിട്ട് സർവീശ്വരനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പല കഷ്ടതകളിൽ നിന്നും പല പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കുന്നതും മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കുന്നതുമായ സന്ദർഭങ്ങളുണ്ടാകും. കടഭാരമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടില്ല. ഓരോ ദിവസവും അത്രത്തോളം കഠിനമായി കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ കടന്നു വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസവും ആത്മധൈര്യവും ഒക്കെ നിങ്ങൾക്കുണ്ടാകണം. ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരും. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒരു ഉയർച്ച സാധ്യമാകുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങൾക്കുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.